നമസ്കാരം. ബജറ്റിലെ മദ്യനയമാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംസാര വിഷയം. നികുതി ഇളവായി പ്രഖ്യാപിച്ച മദ്യനയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പാളിയോ? ചർച്ച ചെയ്യാതെ എടുത്ത നയപരമായ തീരുമാനത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും. എല്ലാം ഒറ്റയ്ക്ക് നേരിടേണ്ട സ്ഥിതിയിലാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. സർക്കാർ തിരുത്തുമോ? തെറ്റുപറ്റിയാൽ തിരുത്തുമെന്ന് ആവർത്തിക്കുന്ന വി.ഡി. സതീശന്റെ നിലപാട് എന്ത്? ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ സമഗ്രമാണ്. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്തിന്ന് 4 പനി മരണം. 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപയിൽ ആശ്വാസം. വവ്വാലുകളിൽ നടത്തിയ പരിശോധനാ ഫലം നെഗറ്റീവ്. പകർച്ചപ്പനിയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മദ്യനയത്തിൽ കോൺഗ്രസിനുള്ളിലും മന്ത്രിസഭയിലും അഭിപ്രായ ഭിന്നത തുടരുന്നു. എക്സൈസ് കമ്മീഷണറുമായി ചർച്ച നടത്തി മന്ത്രി എം ലിജു. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് കെ.സി. വേണുഗോപാൽ. വീര്യം കുറഞ്ഞതെന്ന ലേബലിൽ മദ്യമൊഴുക്കാനുള്ള ശ്രമമെന്ന് സമസ്ത. വിമർശനവുമായി കെ.സി.ബി.സിയും ഓർത്തഡോക്സ് സഭയും. DHS അധികാര തർക്കത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. ഡോക്ടർ കെ.ജെ. റീനയ്ക്ക് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. സർക്കാർ അപ്പീലിൽ വിധി നാളെ. സംസ്ഥാനത്തെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഇറാന്റെ കയറ്റുമതി വിലക്ക് നീക്കി അമേരിക്ക. 60 ദിവസത്തേക്ക് ലൈസൻസ് നൽകി. ചർച്ചകളിൽ പുരോഗതിയെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ്. വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിയെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. ലേബർ പാർട്ടി ലീഡർ സ്ഥാനവും ഒഴിഞ്ഞു. തീരുമാനം പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ തോൽവിക്കു പിന്നാലെ പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷം. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിൽ വൻ തീപിടുത്തം. 14 മരണം. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകും. പ്രധാനമന്ത്രി അനുശോചിച്ചു. ഖത്തറിലെ ഫാക്ടറി അപകടത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. മൈക്രോ ഫിനാൻസ് മുൻ കോർഡിനേറ്റർ കെ മഹേഷിന്റെ മരണം SIT അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് VM സുധീരന്റെ കത്ത്. മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കത്തിൽ. പകർപ്പ് ആഭ്യന്തരമന്ത്രിക്കും കൈമാറി. ലോകകപ്പിൽ ജയം തുടരാൻ അർജന്റീന. അല്പസമയത്തിനകം ഓസ്ട്രിയയെ നേരിടും. ഫ്രാൻസ് ഇറാഖ് മത്സരം പുലർച്ചെ 2:30. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 1400 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നെന്ന അന്വേഷണ സംഘം. മധുര ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണം. വഴിപാടിലും ഭക്തർ സമർപ്പിക്കുന്ന ആഭരണങ്ങളിലും സംഭാവനകളിലും വൻ ക്രമക്കേടെന്ന് പൂജാരി. സ്റ്റോറി ഓഫ് ദ ഡേ. കാണാം കുരുന്നിന്റെ അഭ്യാസം. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് പകർച്ചപ്പനി ആശങ്ക ഒഴിയുന്നില്ല. 4 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവയിൽ ഓരോ മരണം വീതമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് 10 പേർക്ക് സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ചു. പകർച്ചരോഗ പ്രതിരോധത്തെക്കുറിച്ച് പഠിച്ച ഹൈപ്പവർ കമ്മിറ്റി ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പ്രാഥമിക റിപ്പോർട്ടാണ് ലഭിച്ചതെന്നും നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്ത് പകർച്ചപ്പനി കണക്കുകൾ ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഉയരുന്നത്. പ്രതിദിന പനിബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. 13,189 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് പനി ബാധിച്ചത്. പനി മരണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 56 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലിപ്പനിയും മലേറിയയും ഷിഗല്ല കണക്കുകളും ഉയരുന്നു. 10 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് കണക്കുകൾ. ഈ മാസം 150 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ചത്. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഈ മാസം 5 ഡെങ്കിപ്പനി മരണവും 4 എലിപ്പനി മരണവും 4 മഞ്ഞപ്പിത്ത മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15 പേരാണ് പനി ബാധിച്ച് ഈ മാസം മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഈ മാസം മാത്രം 5 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച് പഠിച്ച ഉന്നതാധികാര സമിതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറി. ഡോക്ടർ SS ലാർ അധ്യക്ഷനായ കമ്മിറ്റിയാണ് റിപ്പോർട്ട് കൈമാറിയത്. ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പിന്നീട് നൽകും. പക്ഷേ ഇപ്പോൾ ഈ പകർച്ചവ്യാധികളൊക്കെ പടർന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ പെട്ടെന്നൊരു റിലീഫിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി ജില്ലകളിൽ ചെന്ന് അവിടുത്തെ ഓരോ പ്രദേശങ്ങളിൽ ഈ ഹോട്ട്സ്പോട്ടുകൾ അവിടെയൊക്കെ ചെന്ന് പരിശോധന നടത്തി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. നിപ്പ, അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിപ്പ ഉറവിടവുമായി ബന്ധപ്പെട്ട് വവ്വാലുകളിൽ നടത്തിയ പരിശോധനാ ഫലം നെഗറ്റീവ്. കോഴിക്കോട് നിപ്പ രോഗബാധിതന്റെ വീടിന് സമീപത്തു നിന്നും പിടിച്ച വവ്വാലുകളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. വവ്വാലുകളുടെ കാഷ്ടത്തിലും നിപ്പ വൈറസിന്റെ സാന്നിധ്യമില്ലെന്ന് സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് ആണ് നോട്ടീസ് നൽകിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിലപാട് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. പല ജില്ലകളിലും DMOമാരില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കസേരയ്ക്ക് വേണ്ടി പിടിവലിയാണ്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യവകുപ്പിൽ നിപയേക്കാൾ ഭയപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നും PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. മുരളീധരന്റെ പഴയ പ്രസംഗവും റിയാസ് ഓർമ്മിപ്പിച്ചു. നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു സർ. രോഗബാധിതൻ അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ് സർ. സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ നിപ്പ വ്യാപനം നടന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം 10 വർഷത്തെ റീൽസ് എടുക്കലും 5 വർഷത്തെ വീണമീട്ടലുമാണെന്ന് മുരളീധരൻ തിരിച്ചടിച്ചു. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുരളീധരന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചു. മന്ത്രി വിഷയത്തെ ലാഘവത്തോടെ കണ്ടുവെന്നുമായിരുന്നു വിമർശനം. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്, പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി. ബജറ്റിലെ പ്രഖ്യാപനത്തിൽ പാർട്ടിക്കകത്തും പുറത്തും പ്രതിഷേധമുയരുന്നു. മദ്യത്തിലെ നികുതി നിർദ്ദേശങ്ങളിൽ കോൺഗ്രസിനുള്ളിലും മന്ത്രിസഭയിലും അഭിപ്രായ ഭിന്നത മറനീങ്ങി പുറത്തുവന്നു. പാർട്ടി നയം കർശനമായി പാലിക്കണമെന്ന് KC വേണുഗോപാൽ MP പറയുമ്പോൾ മദ്യനയത്തിൽ നയപരമായി തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. എക്സൈസ് കമ്മീഷണറുമായി എക്സൈസ് മന്ത്രി M ലിജു ചർച്ച നടത്തി. അതേസമയം എതിർസ്വരങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി VD സതീഷിന്റെ നിലപാട് നിർണായകമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് പ്രഖ്യാപനം നടത്തിയത് ധനമന്ത്രിയായ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ അത് സർക്കാരിന്റെ മദ്യനയമായി മാറുമ്പോൾ നിർണായക തീരുമാനം മന്ത്രിസഭയിലോ UDFിലോ ചർച്ച ചെയ്തില്ല എന്ന വിമർശനവും പ്രതിഷേധവുമാണ് ഭരണമുന്നണിയിൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനം വകുപ്പ് മന്ത്രി പോലും ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോഴാണ് അറിയുന്നത്. ഇതിലെ പ്രതിഷേധം അറിയിക്കാൻ മന്ത്രി M ലിജു ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എക്സൈസ് കമ്മീഷണറെ വിളിച്ചാണ് മന്ത്രി ചർച്ച നടത്തിയത്. അതേസമയം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സർക്കാരിന് മദ്യനയത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. പാർട്ടി നയം കർശനമായി പാലിക്കണമെന്നും ബജറ്റിലെ ആശങ്കകൾ പരിഹരിക്കണമെന്നും KC വേണുഗോപാൽ നിർദ്ദേശിച്ചു. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്.
മാത്രമല്ല ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. എന്നാൽ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തുഫാനിലൂടെ പോരാട്ടം നടത്തുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ബജറ്റിലെ നിർദ്ദേശത്തിൽ കടുത്ത വിയോജിപ്പെന്നാണ് സൂചന. മദ്യത്തിൽ നയപരമായ തീരുമാനം സർക്കാരോ മുന്നണിയോ എടുത്തിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പാർട്ടിക്കുള്ളിൽ നിന്ന് ഭിന്നതകൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകമാകുന്നത്. വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറച്ചും നികുതി കുറച്ചും മദ്യോൽപാദനം ലക്ഷ്യമിടുന്നത് പുതുതലമുറയെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. തലമുറയെ മദ്യത്തിന് അടിമകളാക്കുന്ന നയത്തെ ചെറുക്കുമെന്നും മദ്യവിരുദ്ധ സമിതി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പിണറായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയാതെ പോയ പദ്ധതി VD സർക്കാർ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കരുത്. ഈ നടപടി ജെൻസി വിരുദ്ധമാണ്. വീര്യം കുറഞ്ഞ മദ്യം മദ്യപാനികൾക്ക് വേണ്ടിയുള്ളതല്ല, മദ്യപരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. ഈ വിഭാഗക്കാരെ ലഹരി ആസക്തിയിൽപ്പെടുത്തി അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള അടവ് നയങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും KCBC ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യോഹാനോൻ മാർ ദിയക്കോറസ് മെത്രോപോലിത്ത ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണ്. എല്ലാ ലഹരിയും വിഷമാണ്. വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കിയാൽ യുവ സമൂഹം മാരക ലഹരി തേടി പോകില്ല എന്ന വാദം യുക്തിരഹിതമാണ്. ജനം മൃഗീയ ഭൂരിപക്ഷം നൽകി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനത്തെ ലഹരിയുടെ അടിമയാക്കാനല്ല. ഏത് സർക്കാർ വന്നാലും ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ലഹരിക്കെതിരെയാണെന്നും ഡോക്ടർ യോഹാനോൻ മാർ ദിയസ്കോറസ് മെത്രോപോലിത്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറാജ് എഡിറ്റോറിയൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഒരു വശത്ത് തൂഫാൻ നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമമാണെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. മദ്യത്തിനെതിരെ ഘടകകക്ഷികൾ വിമർശനം ഉയർത്തണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. വാക്കുകൾക്ക് വീര്യം കുറയരുത് എന്ന തലക്കെട്ടോടെയാണ് കാന്തപുരം AP വിഭാഗം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വേണമെന്നും ആ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്നും സിറാജ് എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. മദ്യവർജനം പരാജയപ്പെട്ട ആശയമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമാണ് വേണ്ടത്. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുമ്പോഴാണ് മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമം നടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് എക്സൈസ് വകുപ്പോ മന്ത്രിയോ അറിയാതെയാണെന്നും കുറ്റപ്പെടുത്തലുണ്ട്. മദ്യനയം UDF പ്രഖ്യാപിക്കും മുൻപാണ് നികുതി നിർദ്ദേശം ബജറ്റിൽ കയറിക്കൂടിയത്. മുൻപ് കാർഷിക വിളകളിലൂടെയും ധാന്യങ്ങളിലൂടെയും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം LDF നടത്തിയിരുന്നു. അതേ പാതയിൽ മദ്യക്കമ്പനികളെ സഹായിക്കാനാണിപ്പോൾ ലക്ഷ്യമിടുന്നത്. ബജറ്റ് ചർച്ചകൾക്കിടെ UDFിലെ ഘടകകക്ഷികൾ ഇതിനെതിരെ ശക്തമായ വിമർശനമുയർത്തണമെന്നും എഡിറ്റോറിയൽ പറയുന്നു. തീരുമാനത്തിനെതിരെ VM സുധീരൻ ഉൾപ്പെടെ രംഗത്ത് വന്നത് ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയൽ പ്രതിരോധവുമായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി തിരുത്തുമെന്ന പ്രതീക്ഷയോടെയാണ് സിറാജ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. DHS അധികാര തർക്കത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. ഡോക്ടർ KJ റീനയ്ക്ക് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ ഡീനെ സ്ഥലം മാറ്റിയ നടപടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് സ്റ്റേ ചെയ്തത്. ഇക്കാര്യത്തിൽ തുടർ വാദം കേൾക്കാനിരിക്കെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഇന്ന് ഹൈക്കോടതിയിൽ വന്ന അപ്പീൽ ഇടക്കാല ഉത്തരവ് നൽകാതെ നാളെ പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. നാളെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനമെടുക്കാമെന്നും വിശദമായ വാദം കേൾക്കാമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് പരിമിതിയുണ്ട് എന്നിരിക്കെ സർക്കാരിന്റെ വാദം കൂടി കേൾക്കാൻ വേണ്ടിയാണ് നാളത്തേക്ക് കേസ് മാറ്റിയിട്ടുള്ളത്. ഇതിലെ സാങ്കേതിക പ്രശ്നങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും മാത്രമാണ് ഹൈക്കോടതിക്ക് പരിഗണിക്കാനുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയ സ്റ്റേ നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് മാത്രമുള്ള കാര്യമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ പൂർണ്ണമായ വാദം കേട്ട് നാളെ തന്നെ തീരുമാനമെടുക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മഴക്കാല സാംക്രമിക രോഗങ്ങൾ പരന്നിരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് ഹൈക്കോടതി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കേസ് നാളെ പരിഗണിക്കാനിരിക്കെ ഇടക്കാല ഉത്തരവിന്റെ ആവശ്യമില്ല. KHയുടെ ഉത്തരവ് നിയമപരമാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ പരിഗണിച്ച് ഹൈക്കോടതി വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കും. അമൃത ന്യൂസ്, കൊച്ചി.
കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകി. നേരിട്ട് കോടതിയിൽ ഹാജരായാണ് മുഹമ്മദ് ഹനീഷ് മാപ്പപേക്ഷ സമർപ്പിച്ചത്. ഹാജരാകാൻ വൈകിയതിലും നിരുപാധികം മാപ്പപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി വൈകിയതിലാണ് കോടതിയലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. കശുവണ്ടി അഴിമതി കേസിലെ CBI അന്വേഷണം കുറ്റകൃത്യം കണ്ടുപിടിച്ചെങ്കിലും വിചാരണ നടപടികൾക്ക് തടസ്സമുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം എന്നുള്ളതാണ് വർഷങ്ങളായി CBI ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഇതിൽ യാതൊരു തീരുമാനവും എടുത്തില്ല. ഒഴിവുകൾ പറഞ്ഞ് കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ കർശനമായ നിലപാടെടുത്തത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ വ്യവസായ സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് ഹനീഷിനെ വിളിച്ചു വരുത്തി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. പലതവണ മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറി. അതേ തുടർന്നാണ് ഇന്ന് ഹാജരായില്ലെങ്കിൽ വാറണ്ട് അയക്കും എന്ന് ഹൈക്കോടതി അന്ത്യശാസനം പുറപ്പെടുവിച്ചത്. ഇന്ന് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ ഹാജരായി മാപ്പ് പറഞ്ഞു. ജോലി തിരക്ക് കൊണ്ടാണ് ഹാജരാകാൻ പറ്റാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ കോടതി ചോദിച്ചത് ഹൈക്കോടതി ഉത്തരവുകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ശേഷം വിചാരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. CBI അന്വേഷണം നടത്തി ഇത്രയും വലിയ കുറ്റകൃത്യം കണ്ടുപിടിച്ചിട്ടും പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് നടത്തിയാൽ വിചാരണ കോടതിയിൽ കേസ് തള്ളിപ്പോവും. ഇക്കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തരമായി തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി അന്ത്യശാസനം. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്നായിരുന്നു ഹർജിയിൽ പ്രധാന ആരോപണം. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14, 15 അനുച്ഛേദങ്ങളുടെ ലംഘനമുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ജനകീയ നയപ്രഖ്യാപനങ്ങൾ അതാത് സർക്കാരിന്റെ തീരുമാനമാണെന്നും ഇടപെടാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ കയറ്റുമതി വിലക്ക് നീക്കി അമേരിക്ക ഇറാൻ ചർച്ചകളിൽ വൻ പുരോഗതിയെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ കയറ്റുമതി വിലക്ക് നീക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിയൻ എണ്ണയുടെ ഉൽപ്പാദനത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും US ട്രഷറി വകുപ്പ് അനുമതി നൽകി. ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ സമാധാന കരാറിലെത്തുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഈ താൽക്കാലിക ലൈസൻസ് പ്രഖ്യാപിച്ചത്. 60 ദിവസത്തേക്ക്, അതായത് ഓഗസ്റ്റ് 21 വരെയാണ് ലൈസൻസ്. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയെന്നും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകിയതായും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണെന്നും വാൻസ് വ്യക്തമാക്കി. ഇറാനിലെ ആണവായുധ പദ്ധതികൾക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കുന്നതിനുള്ള ആദ്യ പടിയാണിതെന്നും മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം ഉറപ്പാക്കാനുമുള്ള നടപടികളിലേക്ക് അടുക്കുകയാണെന്നും JD വാൻസ് പറഞ്ഞു. എന്നാൽ ഒരു അന്തിമ കരാറിലെത്തുന്നതിനായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് വാൻസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജിയും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണി ഉയർത്തുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് യുദ്ധഭീഷണി മുഴക്കിയത്. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാതെ കരാർ പുനരാരംഭിക്കില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി. ആഭ്യന്തര കലാപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇന്ത്യക്കെതിരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമം നടത്തുന്നത്.
സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി. ജലവിതരണം തടസ്സപ്പെടുത്തിയാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങുമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. ദേശീയ സുരക്ഷയും ജലസുരക്ഷയും ഭീഷണിയിലാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം ഇന്ത്യക്കെതിരെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ തീരുമാനം മാറ്റമില്ലാതെ തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിറകെയാണ് പ്രതികരണം. 2025 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് 1960 സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത്. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാതെ തീരുമാനം പിൻവലിക്കില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. ലേബർ പാർട്ടി ലീഡർ സ്ഥാനവും ഒഴിയുകയാണെന്ന് സ്റ്റാമർ അറിയിച്ചു. പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ആഭ്യന്തര സംഘർഷവുമാണ് സ്റ്റാമറുടെ രാജിയിലേക്ക് നയിച്ചത്. പുതിയ പ്രധാനമന്ത്രിയെ സെപ്റ്റംബറിനുള്ളിൽ തിരഞ്ഞെടുക്കും. ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചത്. ഭരണകക്ഷിയായി ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ കെയ്മർ സ്റ്റാമറിന് കടുത്ത സമ്മർദ്ദം നേരിട്ടു. പാർട്ടിയിലെ 100-ലധികം എംപിമാരും ക്യാബിനറ്റിലെ മുതിർന്ന മന്ത്രിമാരും രാജി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതായി സ്റ്റാർമർ ബ്രിട്ടൻ രാജാവിനെ അറിയിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി വെറും 2 വർഷം തികയുന്നതിന് മുമ്പാണ് പടിയിറക്കം. ഇതോടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന 6ാമത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ. അടുത്ത പ്രധാനമന്ത്രി ആരായാലും തന്റെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് നൽകുമെന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. Every decision I've taken has been about putting the country I love first. That is why I will resign as leader of the Labour Party. I have spoken to His Majesty the King this morning to inform him of my decision. 2024 ജൂലൈ 5-നാണ് പ്രധാനമന്ത്രിയായി സ്റ്റാർമർ തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് സ്റ്റാർമറും ലേബർ പാർട്ടിയും അധികാരത്തിലേറിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ വിവിധ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ആരംഭിച്ചിരുന്നു. അടുത്തിടെ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടതും സ്റ്റാർമർക്ക് തിരിച്ചടിയായി. അഴിമതി ആരോപണങ്ങളും നയപരമായ മാറ്റങ്ങളുടെയും ഫലമായി സ്റ്റാർമറുടെ ജനപ്രീതി കുത്തനെ ഇടിയുകയായിരുന്നു. സുപ്രധാന നയങ്ങളിൽ നിന്നും സ്റ്റാർമർ പിന്നോട്ട് പോയത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. പുതിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കാൻ ലേബർ പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയ അദ്ദേഹം അതുവരെ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരും. അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഭാവി നേതാവായും പ്രധാനമന്ത്രിയായും പാർട്ടിയിലെ വിമതർ ഉയർത്തിക്കാട്ടുന്ന മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണാമിനാണ്. സെപ്റ്റംബർ ആദ്യവാരം പുതിയ പ്രധാനമന്ത്രി അധികാരമേറ്റെടുക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 14 പേർക്ക് ദാരുണാന്ത്യം. അലിഗഞ്ചിലാണ് സംഭവം. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് തീപിടിച്ചത്. പിന്നീട് അത് താഴേക്ക് പടരുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ 7 വിദ്യാർത്ഥികൾ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് 6 പേരെ കെട്ടിടത്തിന് പുറത്തെത്തിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. മരിച്ചവരിൽ ഇന്ത്യക്കാരുമുണ്ടെന്ന് ഖത്തർ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച രാത്രി ബാർസാൻ ഗ്യാസ് സപ്ലൈ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഈ പ്ലാന്റിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് സംഭവിച്ച വലിയ നാശനഷ്ടങ്ങളെ തുടർന്ന് ഇവിടുത്തെ ഉൽപ്പാദനം മാസങ്ങളായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടയിലാണ് ദുരന്തം ഉണ്ടായത്.
ബജറ്റിലെ മദ്യനയത്തിനും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതിയതിലും പ്രകടിപ്പിച്ച എതിർപ്പിന് പിന്നാലെ കെ മഹേശന്റെ ആത്മഹത്യാ കേസിലും സതീശൻ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. SNDP യോഗം മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ മഹേശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലെ പോരായ്മ തുറന്നുകാട്ടി സുധീരൻ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ജൂൺ 6 വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് സുധീരൻ കത്തിൽ പറയുന്നു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. കത്തിന്റെ പകർപ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും സുധീരൻ കൈമാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാൻ വൈകരുതെന്നും സുധീരൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കെ മഹേശൻ കള്ളൻ തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സത്യം വിളിച്ചു പറയുന്നതിൽ എന്താണ് പ്രശ്നം? ശിവഗിരി മഠവുമായി SNDP യൂണിയന് ഒരു ബന്ധവുമില്ല. പാടില്ലാത്തതൊന്നും SNDP യൂണിയനിൽ നടക്കുന്നില്ലെന്നും തുഷാർ പറയുന്നു. ശിവഗിരി മഠവും SNDP യൂണിയനും രണ്ടും രണ്ടാണ്. അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കാൻ ആരും നോക്കേണ്ട. VM സുധീരന്റേത് പ്രതികാര രാഷ്ട്രീയം. ആലപ്പുഴയിൽ നിന്നും കെട്ടുകെട്ടിച്ച വിരോധം തീർക്കുകയാണെന്നും തുഷാർ ഡൽഹിയിൽ പറഞ്ഞു. സുധീരനെ സംബന്ധിച്ചുള്ള നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 35 വർഷക്കാലം മുമ്പ് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവില്ല, പഴയ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം, ഒരു മറ്റം ഫിനാൻസ് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അവിടെ SNDP ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹം അന്ന് SNDP ജനറൽ സെക്രട്ടറി ആകുന്ന സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കി അന്ന് അവിടുത്തെ MP ആയിട്ട് നിൽക്കുകയും അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. അതിനുശേഷം 2 പ്രാവശ്യം CBI എൻക്വയറി നടന്നു. ഈ ഒരു പ്രാവശ്യം പോലും ജനറൽ സെക്രട്ടറി നേരിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടി പോലും ഇവരാരും വരികയുണ്ടായില്ല. അതിനുശേഷം വളരെ ശക്തമായി SNDP ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി ഇദ്ദേഹത്തിനെതിരെ SNDP നിന്നു. അങ്ങനെ ദയനീയമായ ആലപ്പുഴയിൽ തോക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള വിരോധം, അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ എല്ലാ കാലത്തും എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ മനഃപൂർവ്വം SNDP ജനറൽ സെക്രട്ടറി ചീത്തയാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഇയാൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറയുന്നതാണ് ഒരു വ്യക്തിപരമായ വിരോധം ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ മഹേശന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന പരാതി നീതി നിഷേധിക്കാനാകില്ല എന്ന് KC വേണുഗോപാൽ MP. ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ സർക്കാർ ഇടപെടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫിഫ ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഈജിപ്തിന് ഉജ്ജ്വല വിജയം. ഗ്രൂപ്പ് ജിയിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കിയ ഈജിപ്ത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് വിജയം കുറിച്ചു. ഇത്തവണ ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം കുറിക്കുന്ന ടീമാണ് ഈജിപ്ത്. ജയത്തോടെ അവർ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി നോക്കൌട്ട് പ്രതീക്ഷ സജീവമാക്കി. 57 മിനിറ്റോളം ഒരു ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ചാണ് ഈജിപ്ത് ജയിച്ചു കയറിയത്. 15-ാം മിനിറ്റിൽ ഫിൻ സർമാനാണ് ന്യൂസിലാൻഡിനായി ഗോൾ നേടിയത്. ലോകകപ്പിലെ സൂപ്പർ ടീമുകളിലൊന്നായ അർജന്റീന വീണ്ടും കളത്തിൽ. ഓസ്ട്രിയയാണ് എതിരാളികൾ. അർജന്റീന ടീമിൽ ഏറെ താരങ്ങളുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടിയ മെസ്സിയിലാണ് ആരാധകരുടെ പ്രതീക്ഷ. തുടർച്ചയായ 5 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോളടിച്ചെന്ന റെക്കോർഡ് നേടിയ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ ഗോളടിച്ചാൽ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന ആളാകും. മിറോസ്ലാവ് ക്ലോസയുടെ ചരിത്ര നേട്ടമാണ് മറികടക്കുന്നത്. മറ്റൊരു മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും 2-ാം മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇറാഖാണ് എതിരാളികൾ. ക്ലോസയും മെസ്സിയും പങ്കിടുന്ന ലോകകപ്പിലെ ഗോളടി റെക്കോർഡ് എംബാപ്പെ മറികടക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ലോകകപ്പിലെ മികച്ച ഗോൾ വേട്ടക്കാരനാകാൻ എംബാപ്പയ്ക്ക് ഇനിയും വെറും 3 ഗോളുകളാണ് വേണ്ടത്. അവസാന മത്സരത്തിൽ ഡബിൾ അടിച്ച എംബാപ്പെ മെസ്സിയെ മറികടന്നിരുന്നെങ്കിലും തൊട്ടടുത്ത മത്സരത്തിൽ ഹാട്രിക് നേടി മെസ്സി ലോക റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ നാളെ പുലർച്ചെ 2:30 മത്സരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 1400-ഓളം കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനൊപ്പം സംഭാവന എണ്ണുന്നത് പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള ശുപാർശകളും SIT മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിച്ചു. അതിനിടെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വഴിപാടിൽ നിന്നുമുള്ള വരുമാനവും സ്വർണം വെള്ളി ആഭരണങ്ങളും തട്ടിയെടുക്കുന്നുവെന്ന ആരോപണമാണ് പരാതിയിൽ ഉന്നയിച്ചത്.
ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി SIT റിപ്പോർട്ട് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP ഷൗക്കത്ത് അലി നേരിട്ടെത്തിയാണ് DGPക്ക് റിപ്പോർട്ട് കൈമാറിയത്. കേസിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ട് അട്ടിമറി നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് ADGP ആയിരുന്ന MR അജിത് കുമാറിന് ഏറെ തിരിച്ചടിയാകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ 24 പേർ അറസ്റ്റിൽ. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതാൻ എത്തിയവരും ബയോമെട്രിക് പരിശോധനാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമാണ് പിടിയിലായത്. പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മറ്റു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും NDA അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം അവസാനം പ്രഖ്യാപിക്കും. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും പരീക്ഷാ കേന്ദ്രത്തിൽ ബയോമെട്രിക് പരിശോധനാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബീഹാറിലെ ലഖീസറായിലാണ് സംഭവം. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതിയവരും അതിന് സഹായം ചെയ്തവരുമാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾ പണം നൽകിയാണ് പരീക്ഷ എഴുതാൻ പകരം ആളുകളെ ഏൽപ്പിച്ചത്. കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉത്തർപ്രദേശിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയിൽ നിന്ന് സിം കാർഡും പഴയ ചോദ്യപേപ്പറും കണ്ടെത്തി. ബലിയ സ്വദേശി പ്രിൻസ് ദുബെ എന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ പരിശോധന ശക്തമാക്കിയതുകൊണ്ടാണ് പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവരെ പിടികൂടാനായതെന്നും മറ്റു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിജയകരമായി നീറ്റ് UG പുനഃപരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിയെന്നും പരീക്ഷ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും NTA ചൂണ്ടിക്കാട്ടി. അതേസമയം പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പരീക്ഷയുടെ OMR ഷീറ്റുകൾ കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. ഈ മാസം അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. ഇന്ന് പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. CBSE പുനർമൂല്യനിർണ്ണയ മാർക്ക് കൂടി പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച് ഫലപ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാ ഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു.